എടാ നമ്മളെന്താ സംഗീത ഓഡിയോസ് ഇന്ന് പുതിയൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കിഡിലൻ ഒരു ജിമിട്ട് വണ്ടി ദാ അവിടെ പണിയാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് വണ്ടിയാണ്. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോകും. അമ്മാതിരി വർക്കാണ് ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത് അവർ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു തമിഴ്നാട് വണ്ടിയിൽ സെറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെയും സർവീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഫസ്റ്റ് ടൈം ഇടുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇനി ഇതിൻ്റെ പേരിൽ തന്നെ ആരും കമൻറ്റിൽ വന്നിട്ട് തെറി വിളിക്കരുത്. എനിക്കറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഞാനായിരിക്കുമെന്ന്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വേറെ ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് എന്ന് പറയുന്നത്. ബാക്കിലത്തെ ഈ ഒരു ഡിസൈൻ കണ്ടിട്ട് നമ്മളുടെ പഴയ ഒരു വണ്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു ആയുഷാണെന്ന് തോന്നുന്നു. ഒരു വണ്ടിക്കകത്ത് ബാക്കിൽ ദുൽഖർ ഇങ്ങനെ ബൈക്ക് കൊണ്ടുവരുന്നൊരു സീൻ ഉണ്ടല്ലോ. എനിക്ക് അതേപോലെയാണ് ഈ ഒരു ബാക്ക് സ്റ്റിക്കർ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് കേട്ടോ. നമുക്കിനി നേരെ വണ്ടിയുടെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ഒരു പഞ്ച് ബോക്സിൻ്റെ സബും കാര്യങ്ങളെല്ലാം അഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കവർ നമ്മൾ അഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതാ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു നെയിം ബോർഡ് വരുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ നൂരിയ ലേസറും കാര്യങ്ങളൊക്കെയാണ് അതായി അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കവറും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്. ഈ ഒരു വണ്ടി സർവീസിന് വന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെവി വർക്കാണ് ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ തൂക്കിലേറ്റൊന്നും വെച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴത്തേ അവർ പറഞ്ഞത് അവർ ആ ഒരു തമിഴ്നാട് ഭാഗത്തേക്ക് അധികം അങ്ങനെ തൂക്കിലേറ്റുകൾ വെക്കാറില്ല എന്നാണ്. അവിടെ മെയിനായിട്ടും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഇത്തരം പാനലുകളാണ്. അപ്പോൾ ഇതാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഡോറിലും അത്യാവശ്യം നല്ലൊരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോർ കണ്ടോ, ഈ ഫ്ലോർ നമ്മളുടെ പ്രകാശം നിറങ്ങുന്ന വണ്ടികളുടെ ആ ഒരു ടൈപ്പല്ല. ഇവർ എനിക്ക് തോന്നുന്നു കാരൂർ ബോഡി എന്ന് പറയുന്ന അവിടെയാണെന്ന് തോന്നുന്നു ഈ ഒരു ബോഡി കെട്ടിയത്. നമ്മളുടെ പ്രകാശ് വണ്ടിയൊക്കെ നടുക്കുള്ളതുപോലത്തെ ആ ഒരു കുഴിയും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കകത്ത് വന്നിട്ടില്ല. പിന്നെ സീറ്റുകളും എല്ലാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഒരു പുഷ് ബാക്കും കാര്യങ്ങളെല്ലാം നല്ല നൈസായിട്ടുള്ളൊരു സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോറിലായിട്ട്. പിന്നെ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാബിൻ കംപ്ലീറ്റ് ആ ഒരു മെറ്റീരിയൽ വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോഡ് ഡ്രീം ക്യാച്ചർ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ഇമേജാണ് കേട്ടോ ഡോറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാബിൻ നോക്കുവാണെങ്കിൽ നമ്മുടെ സംഗീതയുടെ വർക്കാണ് കംപ്ലീറ്റ് വരുന്നത്. നമുക്കവിടെ സംഗീതയുടെ ബ്രാൻഡിങ് കാണാം. പിന്നെ കൺട്രോൾ യൂണിറ്റ് കാണാം. പിന്നെ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു വണ്ടിയുടെ ക്യാബിനിൽ നിന്ന് കിട്ടുന്നത്. നൈറ്റ് ഇതിൻ്റെ ലൈറ്റും കൂടി ഓണാക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുള്ള് പവർ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സർവീസും കാര്യങ്ങളും തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാ സാധനങ്ങളും അഴിച്ചത്. അപ്പോൾ ഈ അഴിച്ചു വെച്ച സാധനങ്ങളെല്ലാം ഇനി അവിടെ സുഖത്തോട്ടം കൊണ്ടുപോയിട്ട് ചെക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇനി നമുക്ക് തിരിച്ചൊരു വണ്ടിക്ക് സെറ്റ് ചെയ്ത് ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് വിടണം. പിന്നെ ഇവിടെ ഈ ഒരു ചെറിയ വണ്ടിയുടെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ എല്ലാവരും ഓരോരോ പരിപാടികളിൽ തിരക്കിലാണ്. അവിടെ അച്ചുവും ബിരിച്ചേട്ടനും എന്തോ പരിപാടിയിലാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ 2 പേരുണ്ട്, അവരും എന്തോ പരിപാടിയിലാണ്. ഇത് മാനുവലിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇവിടെ പുനലൂർ പത്തനാപുരം സൈഡിലുള്ളൊരു വണ്ടിയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ട്രാവലർ കിടപ്പുണ്ട്. അതേതാണെന്ന് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജിമിട്ട് പഞ്ച് ബോക്സ് ഇരിക്കുന്ന കാണാം. ഈ ഒരു പഞ്ച് ബോക്സ് നമ്മളുടെ ഈ ഒരു കുട്ടി വണ്ടിക്കകത്ത് കയറാനുള്ളതാണ് കേട്ടോ. എനിക്കൊന്നും ഈ ഒരു വണ്ടി 35 സീറ്റാണെന്ന് തോന്നുന്നു. നമ്മളുടെ പത്തനാപുരം മാനുവലിൻ്റെ വണ്ടി. അപ്പോൾ ആ ഒരു വണ്ടിക്കകത്ത് കയറാനുള്ള സാധനമാണത്. പിന്നെ ഇതാണ് നമ്മളുടെ സ്റ്റോർ റൂം. സാധനങ്ങളെല്ലാം ഇവിടെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അവർ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ട് വരുവാണ്. ഇനി നമുക്ക് 2 സബ് ഈ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇനി അടുത്ത് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനത്തെ അച്ചും പ്രീനും കൂടി ആ ഒരു ബോക്സ് എല്ലാം പൊട്ടിച്ചിട്ട് സബ്ബെല്ലാം വെളിയിലെടുക്കുവാണ്. ഇനി ഈ ഒരു സബ്ബും എല്ലാം നമുക്ക് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് ഇനി കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പവറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ സന്ദീപ് കാപ്പി ഇടുവാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കാപ്പി ഇടൽ പതിവാണ് കേട്ടോ. പിന്നെ ഇവിടെ കഴിക്കാനായിട്ട് എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഒന്ന് തുറന്ന് നോക്കണം എന്താണ് ഐറ്റവും. അങ്ങനെ അവരതവിടെ സെറ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മളുടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരെ വന്നിട്ട് പതുക്കെ ഒരു പലഹാരപ്പൊതി നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് കാപ്പി കുടിച്ചിട്ട് വരാം. അങ്ങനെ ഇവിടെ എല്ലാവരും കാപ്പിയുടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ പ്രിയൻ അവിടെ ഇരുന്നിട്ട് വാഴയ്ക്കപ്പം കഴിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഇടിയും ആ ഒരു എഫക്റ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ കേൾപ്പിച്ച് തരാം. മാക്സിമം എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചോട്ടോ. ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെവിയിലോട്ട് ഹെഡ്സെറ്റ് തിരികെയോ ഞാൻ കേൾപ്പിക്കാനായിട്ട് പോവാണേ. പിന്നെ ഇതിനകത്ത് ഹെവി ഇടി പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം സബിൻ്റെ ഒരു 5% പവറിൽ പോലും ഇപ്പോൾ വെച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്.
പിന്നെ ദാ ഇവിടെ സന്ദീപ് ഒരു ക്യാബിൻ്റെ ലൈറ്റ് വർക്കിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഏത് വണ്ടിയുടെയാണെന്ന് നിങ്ങൾക്ക് ഡിസൈൻ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ മനസ്സിലായ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിനി നേരെ നമ്മളുടെ ഈ ഒരു പാണ്ഡവാസ് എന്ന് പറയുന്ന ഈ ഒരു ഭീമൻ്റെ ഈ ഒരു വണ്ടിയുടെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ഇതാ ഇവിടെ നമ്മുടെ ബിനിച്ചേട്ടൻ ഭാവിയും കയറിയിട്ട് അവരുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുള്ള് സർവീസും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ബിനിച്ചേട്ട വയറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുവാണ്. എന്നിട്ട് ഇനി സബും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സബ് തിരിച്ച് ഇതിനകത്തോട്ട് കയറ്റണം. അപ്പോൾ അതാണ് നമ്മളുടെ ഇനി അടുത്ത പരിപാടി. അതിൻ്റെ വയറിങ്ങിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ ബിനിച്ചേട്ടൻ. അങ്ങനെ നമ്മളുടെ വയറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ബിനിച്ചേട്ട സബും കാര്യങ്ങളെല്ലാം നേരെ തിരിച്ച് ആ ഒരു പഞ്ച് ബോക്സിലോട്ട് കയറ്റുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള സബ്ബാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റാണ്, നമുക്ക് കയ്യിൽ നിൽക്കാനായിട്ട് പാടാണ്. അത്രയും നല്ല വെയിറ്റുള്ള സാധനമാണത്. പിന്നെ അവിടെ സുഹിതേട്ടൻ അവിടെ ഒരു വണ്ടിയുടെ ഔട്ടിൻ്റെ ഒരു സാധനം നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത് തമിഴ്നാട് വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ഔട്ടോ അല്ലെങ്കിൽ അകത്ത് ഇത്രയും ലൈറ്റും കാര്യങ്ങളോ സൗണ്ടോ ഒന്നും ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല കേട്ടോ. അവിടെ ഇതെല്ലാം വേറെ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ കേരള വണ്ടികൾ പണിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അതിൻ്റെ ലീഗലി അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ പണിയുന്നത്. ഒരു തമിഴ്നാട് വണ്ടികളിലാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല. അങ്ങനെ ആദ്യത്തെ ആ ഒരു സബ് കയറി. ഇനി അടുത്തത് രണ്ടാമത്തെ സബ്ബാണ്. അപ്പോൾ ആ ഒരു സബ്ബും കൂടി ബിനിച്ചേട്ടൻ തിരിച്ചതിനകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു മെയിൻ പഞ്ച് ബോക്സിൻ്റെ ആ ഒരു 2 സബ്ബും അങ്ങനെ വണ്ടിക്കകത്ത് തിരിച്ച് കയറിയിരിക്കുവാണ്. എല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് സെറ്റപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ബിനിച്ചേട്ടൻ. ഇനി ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇനി നമുക്ക് ആ ഒരു ഇളക്കി വെച്ചിരിക്കുന്ന ഒരു കവറില്ലേ, ആ ഒരു കവറും കൂടി തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ നമുക്ക് ഈ ഒരു പഞ്ച് ബോക്സിൻ്റെ പരിപാടി നമുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അങ്ങനത്തെ ആ ഒരു പരിപാടിയും കംപ്ലീറ്റ് ആയിരിക്കുവാണ്. നമ്മളുടെ ആ ഒരു പഞ്ച് ബോക്സിൻ്റെ കവറെല്ലാം തിരിച്ച് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പഞ്ച് ബോക്സ് എന്തായാലും നീറ്റായി. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഈ ഒരു സംഭവം ക്ലിയർ ചെയ്ത് ഇനി ഈ ഒരു വണ്ടിയുടെ ഇതെല്ലാം ഇട്ട് നോക്കുന്നതിൻ്റെ വിഷ്വൽസ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫുള്ള് കാണണം. അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റാഫാണ് വന്നിരിക്കുന്നത്, പുള്ളിക്കാരനാണ് വണ്ടി ഓടിക്കുന്നത്, പിന്നെ ഓണറും കൂടെ ഉണ്ട്. നമ്മളുടെ ആറുമുഖം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നൊരു തമിഴ് വണ്ടിയില്ലേ, അവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും പരിചയക്കാരുമാണ്. അപ്പോൾ ഇനി നമ്മളുടെ ആറുമുഖത്തിൻ്റെ ഒരു വീഡിയോയും നമുക്ക് ഈ ഒരു വീഡിയോയുടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ, നല്ല രീതിയിൽ പരിചയപ്പെട്ടു. ലാംഗ്വേജിൻ്റെ ചെറിയൊരു ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഒന്നും സീനില്ലായിരുന്നു. അവർക്ക് മലയാളവും തമിഴും എല്ലാം നല്ല അത്യാവശ്യം വശമാണ്. പിന്നെ എന്തായാലും അവരോട്ട് പെട്ടെന്ന് കമ്പനിയായി. പിന്നെ അവിടെ സുഹിതേട്ടൻ സന്ദീപും കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു ബാക്കി ട്യൂണിയും പരിപാടിയൊക്കെ ചെയ്യുവാണ്. ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. From Amsterdam. അങ്ങനെ നമ്മൾ ഒരു അകത്ത് ചെക്കും കാര്യങ്ങളും ട്യൂണിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബിനിച്ചേട്ടൻ ഇവിടെ ഫ്രണ്ടിൽ എന്തോ ചെറിയൊരു പരിപാടിയിലാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, തമിഴ് വണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്താലും വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല.
അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഴിച്ച സാധനങ്ങളെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യണം ഈ ഒരു ക്യാബിൻ്റെ. അപ്പം ഇനി ആ ഒരു പരിപാടിയും കൂടിയേ ഇതിനകത്ത് അകത്തിന് ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലത്തെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെറുതായിട്ടൊന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ബിനിച്ചേട്ടൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ബിനിച്ചേട്ടൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതും ഏകദേശം ഫിനിഷ് ആവാറായി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ വോക്കലടിക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ പുറകെ കാണിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു ചാനൽ സബ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടാനായിട്ടും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. മാക്സിമം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരുന്നതാണ്, 2 ദിവസത്തിനകത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ തന്നെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.